അതിലേക്ക് വരുന്നതിന് മുമ്പായി തോന്നി Hello everyone, welcome back to my channel. This is Venma. പുതിയ ആളാണല്ലേ എങ്കിൽ ദാണ്ട് ആ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തൊരു നോട്ടിഫിക്കേഷൻ ബെല്ല് വന്നല്ലോ, അതുകൂടെ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓണാക്കി ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. താങ്ക് യു. ഞാനിപ്പം നിൽക്കുന്ന നമ്മുടെ കലൂർ സ്റ്റേഡിയത്തിനടുത്തായിട്ട് മാതൃഭൂമി മഹാമേള നടക്കുന്ന സ്ഥലത്താണ്. ഇവിടെ പുഷ്പമേളയും ഫുഡ് ഫെസ്റ്റിവലും നടക്കുന്നുണ്ട്. ഫുഡ് ഫെസ്റ്റിവൽ കുടുംബശ്രീ യൂണിറ്റുകൾ സംഘടിപ്പിച്ചിട്ടുള്ളതാണ്. അത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതൽ പേരും വന്നിട്ടുള്ളത്. ഇവിടെ പലതരത്തിലുള്ള പൂക്കളും ചെടികളും കാണാം കേട്ടോ. ഇതൊക്കെ ഷോയ്ക്ക് വെച്ചേക്കുന്നതാണ്. സെയിലിനായിട്ട് അവിടെ പുറത്ത് അവർ ഒരു കൗണ്ടർ പോലെ ഒരു ഇത് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് വാങ്ങിക്കാവേ. തിങ്കളാഴ്ച ഇവിടെ വന്നേക്കുന്നത് കേട്ടോ. ഇവിടെ ഇന്ന് വലിയ തിരക്കൊന്നുമില്ല. ഇന്നലെ വന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. ഇന്നലെ പ്രതി പൂവൻകോഴിയുടെ പ്രൊമോഷൻ നടക്കുന്നുണ്ടായിരുന്നു. മഞ്ജു ചേച്ചിയും റോഷൻ അഡ്രസ്സും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇനിയും ഇതൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയൊക്കെ ഒന്ന് കണ്ടു നോക്കാം. പിന്നെ ഞാനിത് ഇപ്പം റെക്കോർഡ് ചെയ്തെടുക്കുക കേട്ടോ സൗണ്ട്. കാരണം ഞാൻ ആ സൗണ്ട് നോക്കിയിട്ട് ഭയങ്കര ബഹളമാണ്. അവിടുത്തെ ബഹളം കൊണ്ട് നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഒന്നും കേൾക്കില്ല. ഞാൻ മൈക്ക് കൊണ്ടുപോയിട്ടില്ലായിരുന്നു. അപ്പം ഒന്നും ക്ലിയർ ആകാത്തതുകൊണ്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ ഡബ് ചെയ്യുന്നതാണിത്.
അതെയോ? ശരി ശരി. ഏത് സ്കൂളിലാണ്? ചേച്ചി അതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് കൈൻഡ്ലി സേ അബൌട്ട് സംതിങ് നമ്മുടെ ഈ ക്യാരക്ടറിനെ അല്ലെങ്കിൽ ആ സിനിമയെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു ചോദ്യം. സിനിമ കണ്ടോ ചേച്ചി? പൂവൻ കോഴി കണ്ടു? ആണ്. സന്തോഷം സന്തോഷം. മേബി കൂടുതലൊന്നും പറയാനുള്ള തോന്നും. ഓക്കെ, എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇത്രയും നന്നായിട്ട് അഭിനയിക്കാൻ അറിയാവുന്ന റോഷന് എന്തുകൊണ്ടാണ് ഇതിനു മുന്നേ സിനിമയിൽ അഭിനയിച്ചില്ല എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ കൂടുതൽ ആരെയും സിനിമ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അതുപോലത്തെ ഒരു പവർഫുൾ പെർഫോമൻസ് ആയിരുന്നു. ശരിക്കും ആ ക്യാരക്ടർ അത്രയും ഭീതിപ്പെടുത്തുന്ന ക്യാരക്ടറാണ്. അത് എന്താ പറയാ, ആദ്യമായിട്ട് അഭിനയിച്ചതാണെന്ന് വിശ്വസിക്കാൻ പറ്റിയില്ല. ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചു, പക്ഷെ അഭിനയത്തിന്റെ ട്രാക്ക് റെക്കോർഡ് അദ്ദേഹത്തിന് ഒരുപാട് വലുതുണ്ട്. അതുകൊണ്ട് എനിക്ക് ജസ്റ്റ് ചോദിക്കുന്നതാണ്, ഇതിനു മുന്നേ ഇത്രയും സംവിധാനം ചെയ്തിട്ടും ഒരു സിനിമയിൽ പോലും ഒരു നല്ല സ്ട്രോങ് ക്യാരക്ടർ എന്തുകൊണ്ട് ചെയ്യാതെ? ഞാൻ സത്യത്തിൽ അഭിനയിക്കുന്നതിനെ കൂടുതൽ അഭിനയിപ്പിക്കാനാണ് സന്തോഷിക്കുന്നത്. അവരെ അഭിനയിച്ച് കാണാൻ നല്ല സിനിമകൾ ചെയ്യാനുമാണ് ആഗ്രഹിക്കുന്നത്. ഇതൊരു സാഹചര്യത്തിൽ അങ്ങനെ ചെയ്തു പോയതാണ്. പക്ഷേ നമ്മൾ ഫുഡ് ഫെസ്റ്റ് എല്ലാം കണ്ടിട്ട് ഇറങ്ങി കേട്ടോ. ഞങ്ങൾക്കൊന്ന് ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ എന്താണ് സമയമില്ലായിരുന്നു. നമ്മൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പോവുകയാണ്. ഞങ്ങളിത് ഇവിടെ ഇറങ്ങിയത് ബാക്ക് വശമാണ്. ഇവിടെ ചെടികളും പിന്നെ ഓറഞ്ച് അങ്ങനെ കുറേ പഴങ്ങളുടെ ചെടികളും എല്ലാം അവൈലബിൾ ആണെന്ന് അവർ പറഞ്ഞു. ചെടിച്ചട്ടികളും എല്ലാം കിട്ടും. ഇത് വേണമെങ്കിൽ വന്ന് വാങ്ങിക്കാം കേട്ടോ. നമ്മൾ ഇനി ഇവിടെ വൈകിക്കുകയാണ്. ഇത് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ അലോവേര നിൽക്കുന്നുണ്ട് അവിടെ. അലോവേരയൊക്കെ ധാരാളം ഉണ്ട് കേട്ടോ. അലോവേര തേടി നടക്കുന്നവർക്ക് കലി സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് വന്നേച്ചാൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ അലോവേര കിട്ടാനായിട്ട് ഒരുപാട് പേരോട് പറഞ്ഞായിരുന്നു കേട്ടോ. നിറച്ച് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ അധികം നിൽക്കുന്നില്ല. ഞങ്ങൾക്ക് ഉടനെ തന്നെ 7 മണിക്ക് ഉടനെ ഒരു സ്ഥലത്ത് പോകാനുള്ളതുകൊണ്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ തൽക്കാലം ഞാനിവിടെ ഈ വ്ലോഗ് വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായോ എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ആ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓണാക്കി ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്തിടുക.